മാർക്കറ്റിൽ പലതരം ഇലക്ട്രിക് വണ്ടികൾ ഉണ്ട്. എന്തുകൊണ്ട് 5 EVക്ക് വേണ്ടി വെയിറ്റ് വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാറ്റ വേറെ ലെവലാക്കി ഇറക്കിയിരിക്കുന്ന വണ്ടിയാണ്. ഒരു യൂണിറ്റിന് 5 രൂപ, 30 യൂണിറ്റ് ആകുമ്പോൾ 150 രൂപയ്ക്ക് എനിക്ക് 300 കിലോമീറ്റർ ഈ വണ്ടി ഓടിക്കാൻ പറ്റും. 2500 രൂപ പെട്രോൾ ഞാൻ അടിച്ചാൽ മാത്രമേ എനിക്ക് 300 കിലോമീറ്റർ ഓടാൻ പറ്റുള്ളൂ. ചുമ്മാ ഈ വണ്ടി വാങ്ങിച്ച് വീട്ടിലിട്ടിട്ട് ഷോക്കി വെച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഓടണം. ഒരു മാസം നമ്മളൊരു 1000 കിലോമീറ്റർ എങ്കിലും ഓടിയാൽ മാത്രമേ ഇതൊരു 4 വർഷം കൊണ്ട് ഈ എക്സ്ട്രാ നമ്മൾ കൊടുക്കുന്ന ഈ പൈസ നമുക്ക് ലാഭമായിട്ട് വരുള്ളൂ എന്നാണ് പറയണത്. അപ്പോൾ അതിലും കൂടുതൽ ഓടിയാൽ അതിലും ലാഭം. ഞാൻ 16 ലക്ഷം രൂപ കൊടുത്തിട്ട് എനിക്കൊരു സ്റ്റെപ്പിന് ടയർ കിട്ടിയിട്ടില്ല. ഓക്കെ, അത് ചതിയാണ് ചെയ്തതെന്ന് എനിക്കറിയില്ല, അതെന്താണെന്ന് അറിയില്ല. ഓക്കെ, പഞ്ചർക്ക് ചിലപ്പോൾ അതായിരിക്കാം. നമുക്ക് ഇനി കുറച്ച് ഇന്റീരിയറിൻ്റെ നോക്കിയാലോ. അപ്പോൾ ഇൻറ്റീരിയറിനെ കുറിച്ചാണ് നമ്മളിനി പറയാൻ പോണത്. ഇതിൽ സാധാരണ വണ്ടിയിൽ കാണുന്ന പോലെ നമുക്ക് വിൻഡോ ബട്ടൺ ഉണ്ട്. പിന്നെ ഇതേ സ്പീക്കർ, ഇതിലും ഈ പുറകിലെ ഡോറിലും സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീറ്റ് അപ്പോൾസറിയൊക്കെ നല്ല അടിപൊളി അപ്പോൾസറിയാണ്, പ്രീമിയം ക്വാളിറ്റിയാണ്. ഓക്കെ, ഇതിന് ഹെഡ് റെസ്റ്റ് ഉണ്ട്. അതുപോലെ ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കൂടുതൽ ലഗേജ് വെക്കുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക്, ഞാൻ തുറക്കണില്ല ഇപ്പോൾ, ഇത് തുറന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് മലത്തിയിട്ടിട്ട് കൂടുതൽ ലഗേജ് നമുക്ക് വെക്കുകയും ചെയ്യാം. പിന്നെ ഇവിടെ വേറൊരു സാധനമുണ്ട്, ഇത് കണ്ടോ, പുറകിൽ 2 പേരാണ് ഇരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇരുന്നിട്ട് ഇതുപോലെ കൈയൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടിരുന്ന് പോവാം. പിന്നെ ഇതിലാകെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള വേറൊരു സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ വേറൊരു വണ്ടിയിലൊന്നും അങ്ങനത്തെ ഉണ്ടോയെന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല. ഇത് കണ്ടോ, ഈ സീറ്റ് ബെൽറ്റ് ഇതിലിട്ട് വെക്കണം. ഇട്ട് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരൻ വിളിച്ച് പറയും, റിയർ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വിളിച്ച് പറയും അവിടെ ഇരുന്നിട്ട്. അപ്പോൾ ഇത് നമ്മൾ ചുമ്മാ ആളില്ലെങ്കിൽ ഉണ്ടെങ്കിലും ഈ സാധനം ലോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതിനൊരു വെയിറ്റ് സെൻസർ ഒന്നും അവർ വെച്ചിട്ടില്ല. അതൊരു പോരായ്മയാണോ എന്ന് അറിയില്ല. ഓക്കെ, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, ഇത് 3 ലോക്ക് ചെയ്ത് വെച്ചാൽ മാത്രമേ അലാം വല്ലാതിരിക്കുള്ളൂ, അല്ലെങ്കിൽ അത് ഈ പറഞ്ഞുകൊണ്ടേ ഇരിക്കും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. ഇത് ഓട്ടോ ഫോൾഡ് മിററാണ്. വണ്ടി ലോക്ക് ചെയ്യുമ്പോൾ മിറർ ഓട്ടോമാറ്റിക്കായിട്ട് ഫോൾഡ് ആവും. പിന്നെ കീലെസ് ആണ്. നമ്മളിപ്പോൾ ഇതാണ് ലോക്ക് ചെയ്യുന്നതിന് ഈ ബട്ടൺ പ്രസ് ചെയ്താലും വണ്ടി അൺലോക്ക് ആവും. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ റിമോട്ടിൽ ചെയ്യാം. അപ്പോൾ നമുക്കിനി പറയാനുള്ളത് ഫ്രണ്ടിൽ ഇപ്പോൾ ഡ്രൈവർ സീറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും ഇതും മറ്റേതുപോലെ തന്നെ പുറകിലെ സീറ്റ് പോലെ തന്നെ നല്ല അടിപൊളി സൂപ്പർ ക്വാളിറ്റി അപ്പോൾസറിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ സ്റ്റിയറിംഗ് വീലിനൊക്കെ അവർ നല്ല ലെതർ ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ 2 ഡ്രൈവർ സീറ്റും അതുപോലെ തന്നെ പാസഞ്ചർ സീറ്റും ഇത് വെൻറ്റിലേറ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ സ്വിച്ച് കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ സ്വിച്ച് കാണാം. കണ്ടോ, 3 മോഡാണ് അതിൻ്റെ ഫാൻ. അപ്പോൾ അത് നമ്മൾ AC വർക്ക് ചെയ്യുന്ന സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചൂടുള്ള സമയത്ത് അറിയാം, വെൻറ്റിലേറ്റർ സീറ്റ് പ്രത്യേകിച്ച് ആരോടും പറയേണ്ട ആവശ്യമില്ല. 3 സ്പീഡ് ഫാനുള്ള ഒരു വെൻറ്റിലേറ്റർ സീറ്റാണത്. അതൊക്കെ ഭയങ്കര കംഫർട്ടാണ്. നമുക്ക് നല്ല ചൂട് സമയത്തൊക്കെ യാത്ര ചെയ്യുന്ന ഭയങ്കര കംഫർട്ടാണ് സംഭവം. പിന്നെ ഇതിൽ 2 കപ്പ് ഹോൾഡർ ഉണ്ട്. ഞാനിതിൽ ഫ്രഷറാണ് വെച്ചിരിക്കുന്നത്. 2 കപ്പ് ഹോൾഡർ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ്, ഇതിൻ്റെ അകത്തൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം, ഇത് വയർലെസ് ചാർജറാണ്. വയർലെസ് ചാർജിങ് ബോട്ടാണ് ഈ കാണുന്നത്. നമുക്ക് മൊബൈൽ ഇവിടെ ചുമ്മാ വെച്ചാൽ മതി, ചാർജ് ആയിക്കോളും. ഓക്കെ, പിന്നെ എക്കണോമിക് മോഡിൻ്റെ സ്വിച്ചൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ ഇപ്പോൾ വണ്ടി കീലെസ് ആണ്. അപ്പോൾ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ്. ഒരു പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ടാവും. പിന്നെ ഒന്നും കൂടിയും പ്രസ് ചെയ്യുക. അപ്പോൾ സിസ്റ്റം റീബൂട്ടായി. ഇനി ഇഗ്നീഷൻ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഒന്നും കൂടി പ്രസ് ചെയ്യണം. ഇഗ്നീഷനായി. പാർക്കിംഗ് ബ്രേക്ക് എന്ന് പറയുന്നത് വെറും ഒരു സ്വിച്ചാണ് ഈ കാണുന്നത്. ഇത് നമ്മൾ താഴത്തേക്ക് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിലീസായി പാർക്ക്, മുകളിലേക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർക്കായി. പിന്നെ ഇതൊരു വേറൊരു ബട്ടൺ കൂടി ഉണ്ട് ഇവിടെ. അത് ഫുൾ ഓപ്ഷൻ വണ്ടിയിലുള്ളൂ, ഓട്ടോ ഹോൾഡ് എന്ന് പറഞ്ഞിട്ട്. ഇത് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ സുഖം എന്ന് വെച്ചാൽ, നമ്മൾ വണ്ടി വിട്ട് ഇറങ്ങില്ല. നമ്മൾ ആക്സിലേറ്റർ ഇത് പ്രസ് ചെയ്ത് വിട്ടെന്ന് വിചാരിച്ചാൽ നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ വണ്ടി അവിടെ ഹോൾഡാണ്. പിന്നെ ആക്സിലേറ്റർ കൊടുത്താൽ മാത്രമേ വണ്ടി പിന്നെ ഒരു മൂവ്മെൻറ്റ് കിട്ടുള്ളൂ.
അപ്പോൾ ഇത് ലേഡീസിന് അത്ര സുഖമായിട്ട് തോന്നിയിട്ടില്ല എനിക്ക്, പക്ഷേ എനിക്ക് വലിയ കുഴപ്പമില്ല, ഞാൻ വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഗിയർ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഗിയർ അല്ല, ഓട്ടോ ഗിയർ ആണ്, എന്നാലും പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് അത് സെലക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രീമിയം വണ്ടികളിൽ കാണുന്ന പോലത്തെ ഒരു നോബാണിത്. ഇവരതിന് വേറെ എന്തൊരു പേരാണ് വിളിക്കുന്നത് കേട്ടോ, പേരെനിക്ക് ഓർമ്മയില്ല. എന്തായാലും അപ്പോൾ ഇതിൽ നമുക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് തിരിക്കാം. ഇപ്പോൾ റിവേഴ്സ് ആണെങ്കിൽ റിവേഴ്സ്, പാർക്കാണെങ്കിൽ ഈ പാർക്കിലിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് അപ്പോൾ തന്നെ പാർക്കിംഗ് ബ്രേക്ക് അപ്ലൈ ആവും. പിന്നെ അത് റിലീസ് ചെയ്യണമെങ്കിൽ റിലീസ് ചെയ്യുക, റിലീസ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ന്യൂട്രൽ വന്ന് നിൽക്കും. പിന്നെ ഡ്രൈവിന് വേണ്ടി ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കുക. ഇപ്പോൾ ഡ്രൈവായി, അവിടെ ഇത് എംബ്ലം ആവുകയും ചെയ്യും. അതുപോലെ പിന്നെ ഈ സ്റ്റിയറിംഗ് വീലിനെ കുറിച്ച് പറയുകയെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരുപാട് കൺട്രോൾസ് ഉണ്ട്. ഇവിടെ ടാറ്റൊരു എംബ്ലം വരും. അതുപോലെ ഇത് ഓഡിയോ കൺട്രോൾസാണിത്. കോൾ ചെയ്യാം, കോൾ കട്ട് ചെയ്യാം, വോയിസ് ഓവർ ഉണ്ട്. പിന്നെ ഇവിടെ വിവിധ മീഡിയ സെലക്ഷനാണ് ഈ കാണുന്നത്. പിന്നെ വോളിയം ഇൻക്രീസ് ചെയ്യാം, ഡിക്രീസ് ചെയ്യാം, ചാനൽ സെലക്ട് ചെയ്യാം, നെക്സ്റ്റ് മ്യൂസിക്കിലേക്ക് പോകണമെങ്കിൽ അത് ബട്ടൺ ഇതാണ്. പിന്നെ ഇതിൽ കുറേ സംഭവങ്ങളുണ്ട്. ഇതിൽ ഒരുപാടെന്ന് വെച്ചാൽ ഈ ഡിസ്പ്ലേ കാണുന്നുണ്ട്. സ്റ്റിയറിംഗ് വീലിൽ ഒരു ബട്ടൺ ഉണ്ട്, വ്യൂ എന്ന് പറഞ്ഞാൽ ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പല രീതിയിലുള്ള ചേഞ്ചസ് ഇവിടെ കാണാം നമുക്ക്. ഒരു ഡിസൈൻ പിന്നെ അതിൻ്റെ മാറ്റണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സെൻറ്റർ പോർഷനാണ് ഓരോ ഇതിൽ മാറുക. ഇപ്പോൾ കിടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ട്രിപ്പും പിന്നെ ആവറേജ് എനർജി കൺസംഷൻ ഇത് കാണിച്ചിരിക്കുന്നത്. അടുത്ത പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെഹിക്കിൾ ഇൻഫോർമേഷൻ, അതിൻ്റെ ഇത് ടയർ ഇൻഫോർമേഷനാണ് ഈ കാണുന്നത്. ടയറോ 4 ടയറും ഓക്കെ എന്നുള്ളത്. ഡൗൺ പ്രസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സർവീസ് ഡിമൈൻഡർ ഡ്യൂ ആണ് കാണിക്കുന്നത്. അതിൻ്റെ അടുത്തെന്ന് വെച്ചാൽ എനർജി അനാലിസിസ്, അത് അവരെന്തോ ഒരു ഗ്രാഫും കാര്യങ്ങളൊക്കെ. ഇതിപ്പോൾ എനർജി ഫ്ലോ ആണ് കാണിക്കുന്നത്. പിന്നെ അടുത്തത് മീഡിയ, എന്താണ് മീഡിയ പ്ലേ ആവണത് ഇവിടെ കാണിക്കുക, നമുക്ക് ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യാം. പിന്നെ ഇത് നാവിഗേഷൻ ചിലപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് ഓക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാവിഗേഷൻ ഇവിടെ വരും. ഇപ്പോൾ ഞാൻ കൊടുങ്ങല്ലൂർ ഇട്ടു, സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓക്കെ പ്രസ് ചെയ്തു. ഇപ്പോൾ ഇവിടെ ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട് മാപ്പ്, അതും എനിക്ക് ഇവിടെ കാണാം. കൊടുക്കണ്ട, ഓക്കെ പ്രസ് കഴിഞ്ഞാൽ നാവിഗേഷൻ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാം. കണ്ട, ഇതിലെനിക്ക് നാവിഗേഷൻ കാണാം. അപ്പോൾ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നമുക്ക് വല്ല പാട്ട നമ്മൾ എന്തെങ്കിലും മെയിൻ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ ഡ്രൈവർക്ക് ഈസി ആയിട്ട് കണ്ടുപോകാൻ പറ്റും ഈ നാവിഗേഷൻ. ഒന്നും കൂടി ഓക്കെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഫുൾ സ്ക്രീനായി നാവിഗേഷൻ. ഓക്കെ, ഇതൊരു വളരെയധികം ഒരു യൂസ്ഫുള്ളൊരു സംഭവമാണ്. അടുത്തത് വന്നിട്ട് പിന്നെ ഇത് നമുക്ക് ഇതറിയാം, സൗത്ത് വെസ്റ്റ് ഏത് ഡയറക്ഷനിലാണ് വണ്ടി നിൽക്കുന്നത് അതും കറക്റ്റായിട്ട് ഇതിനകത്ത് അറിയാൻ പറ്റും. അടുത്ത വ്യൂ വേണമെങ്കിൽ നോക്കാം. ഇതിൽ നോട്ടിഫിക്കേഷൻ ഈ ആ വ്യൂ ഉണ്ടാവും. പിന്നെ എനർജി കൺസപ്ഷൻ, അത് ചാർജ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം കാണും. ചാർജർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ഓപ്ഷൻ ഇവിടേക്കാണ് വരും, എത്ര ചാർജുണ്ട്, എത്ര മണിക്കൂർ കൊണ്ട് ഇത് ഫുൾ ചാർജ് ആവുമെന്നൊക്കെ. പിന്നെ സെറ്റിങ്സ്, അപ്പോൾ ഇത് ഹസാർഡ് ലൈറ്റ് ഉണ്ട്, അതുപോലെ എല്ലാ ടച്ച് കൺട്രോളും ഈ കാണുന്നതെല്ലാം. ഇപ്പോൾ ടെക്നിക്കലായിട്ട് കൂടുതൽ പറയാൻ എനിക്കറിയില്ല, എന്നാലും നമ്മൾക്ക് ഇതൊക്കെ പ്രസ് കഴിഞ്ഞാൽ അതൊക്കെ വർക്ക് ചെയ്യുന്നതാണ്. എല്ലാം സെൻസർ വെച്ചിട്ടുള്ള പരിപാടിയാണ്, കംപ്ലീറ്റ് ടച്ചാണ്. ഇത് എന്താണ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ്, AC എല്ലാം ഓട്ടോമാറ്റിക് ആണ്. അതുപോലെ വോയിസ് ഓവർ ഉണ്ട്. ഇപ്പോൾ ഞാൻ പറയാണ്, ഹലോ ടാറ്റ, പ്ലീസ് ഇൻക്രീസ് AC to 25. Sure, increasing AC to 25. AC എല്ലാം ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ്, നമ്മൾക്ക് വോയിസ് ഓവർ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇത് ഫാൻ്റെ സ്പീഡ് കൂട്ടാൻ കുറയ്ക്കാം, AC കൂട്ടാൻ കുറയ്ക്കാം. അതുപോലെ ഇത് എയർ പുറത്തുനിന്ന് അകത്തുനിന്ന് അല്ലേ അത് ചെയ്യണത്. പിന്നെ അതുപോലെ തന്നെ ഈ ഫോഗ് പിടിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയർ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ അത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്തോളും. ഇതിൻ്റെ നമുക്ക് ഹോം ബട്ടണിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ഭയങ്കര ഒരു ഫീച്ചറാണിത് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ. അതായത് ഇതിൽ നമുക്ക് ടെമ്പറേച്ചർ കൂട്ടുകയും കുറയ്ക്കുകയും എല്ലാം ചെയ്യാം. അതുപോലെ തന്നെ ഇത് ചുമ്മാ പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ കാണാൻ കണ്ട ഏതിലൊക്കെയാണ് AC വരുന്നത് അതെല്ലാം അതിൻ്റെ അത് കാണാൻ പറ്റും. ഓക്കെ, ഇതൊരു നല്ലൊരു ഫീച്ചറാണ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് ടാറ്റ കൊടുത്തിരിക്കുന്നത്. റിയർ കൊടുത്താൽ റിയർ വന്ന്, മാക്സ് കൊടുത്താൽ മാക്സ് വന്ന്. ഓക്കെ, ഇതൊന്ന് എല്ലാം അതിനനുസരിച്ച് ഓരോന്ന് മാറുന്നുണ്ട്. എന്തായാലും അടിപൊളി ഒരു സംഭവമാണ്. അതുപോലെ ഇതിൻ്റെ സ്കോറൊക്കെ ഇതിൻ്റെ അത് കാണിക്കും. കൂടുതൽ പറയാനായിട്ട് എനിക്കറിയില്ല, എന്നാലും നമുക്ക് അറിയാവുന്നൊരു ഇത് വെച്ചിട്ട്. പിന്നെ ഇതിൽ കുറേ മെനുവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്യാം, അതുപോലെ ആപ്പിൾ കാർപ്ലേ കണക്ട് ചെയ്യാം. പിന്നെ അലക്സിൻ്റെ അകത്തുണ്ട്, എല്ലാ സംഭവങ്ങളും ഇതിനകത്തുണ്ട്. ഓക്കെ, ഒരു ഫോൺ മാതിരി തന്നെ നമുക്ക് ഇതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. റിയർ മിറർ ഉണ്ട്, നമ്മളെ സാധാരണ ഗ്ലാസ് പോലെയല്ല, ഇത് പവേർഡാണ്.
അപ്പോൾ അതിൻ്റെ കറക്റ്റ് ടെക്നിക്കലി എനിക്ക് പറയാൻ അറിയില്ല. അപ്പോൾ ഇത് ഒരു ഉപയോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ മിററാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി നമ്മൾ പുറകിൽ നിന്ന് വണ്ടികൾ ലൈറ്റ് അടിക്കുമ്പോൾ നമ്മളെ കണ്ണിലേക്ക് ഇതുവഴി നമ്മളെ കണ്ണിലേക്ക് അടിക്കും. ഇതിപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമേ ഉണ്ടാവില്ല, നമുക്ക് ഫീലേ ചെയ്യില്ല. അതാണ് ഇത് ഇലക്ട്രിക്കലി പവേർഡ് ഇത് വെച്ചിരിക്കുന്നവർ. ഇത് വളരെ യൂസ്ഫുള്ളാണ്. രാത്രി പ്രത്യേകിച്ച് രാത്രിയൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വളരെയധികം യൂസ്ഫുള്ളാണിത്. പിന്നെ ഇതിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, നമ്മളുടെ ഡാഷ് ക്യാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതും വളരെ ഉപകാരപ്രദമാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതൊക്കെ വളരെ ഉപകാരപ്രദമാണ് നമുക്ക്. ഇപ്പോൾ ഇത് ഫ്രണ്ടും ബാക്കും ഒരേ സമയം റെക്കോർഡാവുന്നുണ്ട്. ഇത് അത് കണ്ടിന്യൂസ് 5 മിനിറ്റാണ് റെക്കോർഡിങ്. അത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ വരും. അത് ഇറേസ് ചെയ്തിട്ടായിരിക്കും. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്ന ഒരു 16 GB ആണെന്നുണ്ട് മെമ്മറി കാർഡ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓരോ 5 മിനിറ്റാണ് വീഡിയോ കിട്ടുക. അത് ഫുള്ളായി കഴിഞ്ഞാൽ പഴയതിനെ അവർ ഇറേസ് ചെയ്ത് പോകും. എന്നാലും കണ്ടിന്യൂസ് ആണ്, 5 മിനിറ്റ് കണ്ടിന്യൂസ് വീഡിയോ നമുക്ക് കിട്ടും. ഇത് വളരെയധികം അതെ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡാഷ് ക്യാം ശരിക്കും പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അത് ഇങ്ങനെ കാണിച്ചു വെക്കരുത്. ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഹിഡൻ ആക്കി വെക്കണം എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. നമ്മളിപ്പോൾ സർവീസിനൊക്കെ വണ്ടി കൊടുക്കുമ്പോൾ അപ്പോൾ എന്താണ് നടക്കണമെന്നുള്ളതൊക്കെ അറിയാനൊക്കെ ഇട്ട് പറ്റും. ഓക്കെ, അതിലേക്ക് കൂടുതൽ പോകാണ്ടിരിക്കണം നല്ലത്. ഇതിപ്പോൾ സാധാരണ വണ്ടികളിലുള്ള പോലെ തന്നെ ഓട്ടോമാറ്റിക് മിറർ കൺട്രോളാണ്. പിന്നെ അതുപോലെ പറയേണ്ടത് മ്യൂസിക് സിസ്റ്റം എന്ന് വെച്ചാൽ സ്പീക്കറൊക്കെ ഹെർമാൻ്റെ സ്പീക്കറാണ്, അടിപൊളിയാണ്. നല്ല സൗണ്ട് സിസ്റ്റമാണ്. വേണമെങ്കിൽ നമുക്ക് പാട്ടൊക്കെ വെച്ചാണെങ്കിൽ കേൾക്കാം. പിന്നെ അതുപോലെ ആൻഡ്രോയിഡ് ഓട്ടോയിലാകുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ മൊബൈൽ ത്രൂ കണക്ട് ചെയ്ത് നമ്മൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ യൂട്യൂബിലായാലും ആമസോൺ മ്യൂസിക് അതുപോലുള്ളതിൽ നമ്മൾക്ക് ഇതിൽ കേൾക്കാനായിട്ട് പറ്റും. ഞാൻ കാണിച്ചു തരാം. ഇതിലുണ്ടോ ആമസോൺ മ്യൂസിക്, അതുപോലെ സ്പോട്ടിഫൈ, ഇഷ്ടമുള്ള ഏതിലാണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള പാട്ടിൽ നമുക്ക് ഏതിൽ വേണമെങ്കിലും നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. അല്ല, അടിപൊളി മ്യൂസിക് സിസ്റ്റമാണ്, ഒന്നും കമൻറ്റബിളാണ്. വേറൊരു കാര്യം നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൽ റീജനറേഷൻ എന്ന് പറഞ്ഞൊരു ഫീച്ചറുണ്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോഴും റീജനറേറ്റ് ആവും. പിന്നെ ഇതിൽ നമുക്ക് ഈ പാഡൽ ഷിഫ്റ്റ് മാതിരി 2 സംഭവങ്ങളോട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് പ്ലസ് മൈനസ് കാണുന്നുണ്ട്, സ്റ്റീൽ എടുത്തു കഴിഞ്ഞാൽ കാണാം. ഇവിടെ പ്ലസ്. അപ്പോൾ ഇത് ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ആണ്. ഡിഫോൾട്ടായിട്ട് ഇതിൽ ലെവൽ 1 കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു ചെറിയ ബ്രേക്കിംഗ് ഇഫക്റ്റ് നമുക്ക് കിട്ടും നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്തിട്ടുണ്ടെങ്കിൽ. അത് ലെവൽ 2, ലെവൽ 3 ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടിയും കൂടുതലായിട്ട് നമുക്ക് ബ്രേക്കിംഗ് ഇഫക്റ്റ് കിട്ടും ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്ത ഉടനെ. അതുപോലെ അത് ഇപ്പോൾ ഞാൻ നോക്കും, ഇപ്പോൾ ലെവൽ 2ലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ വണ്ടി കുറച്ച് മുന്നോട്ട് പോയിട്ട് ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്തു. അപ്പോൾ അതിൻ്റെ അടിയിലേക്ക് വരുന്ന ആ ഗ്രാഫ് നോക്കി, റീജൻ എന്ന് പറഞ്ഞിട്ട് കണ്ടോ. ഇപ്പോൾ ഇതിങ്ങനെ പോയി ഇപ്പോൾ ഈ സമയത്ത് ബാറ്ററി ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വണ്ടി ഏതാണ്ട് നിന്ന അവസ്ഥയായി, ബ്രേക്കിംഗ് ഇഫക്റ്റായി. ഓക്കെ, അപ്പോൾ നമ്മൾ റിവേഴ്സ് ഇട്ടുമ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഡിസ്പ്ലേയിൽ എന്ത് വരുന്നുള്ള നമുക്ക് നോക്കാം. റിവേഴ്സ് ക്യാമറ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിവേഴ്സ് വൈപ്പർ ആൾറെഡി വർക്ക് ചെയ്തിട്ടാണ്. ഇനി ഇത് തന്നെ നമുക്ക് 3D ആക്കാം കേട്ടോ. 3D വ്യൂ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യണ കറക്റ്റായ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുക. ഇത് പുറകിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കാണുന്നത്. അപ്പോൾ റിവേഴ്സ് പോയി നോക്കണം. കണ്ണടച്ച് വണ്ടി ഓടിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഓടിക്കാൻ പറ്റും. ഇതാണ് നമ്മളെ 360യുടെ ഫീച്ചർ. ഇതാണ് ഇതിൻ്റെ ഓട്ടോമാറ്റിക് റെയിൻ സെൻസർ വൈപ്പറാണിത്. അപ്പോൾ നമ്മളിത് ഓട്ടോയിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. എപ്പോഴോ മഴ പെയ്യുന്നോ അതിനനുസരിച്ച് താനേ വർക്ക് ചെയ്യും. ഇപ്പോൾ ഇത് നമ്മൾ എങ്ങനെ ടച്ച് ചെയ്തിട്ടില്ല, താനേ വർക്ക് ചെയ്യാൻ കാണുന്നു. ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ കൂടുതൽ ഭയങ്കര ഹെവി റെയിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്പീഡ് ഓട്ടോമാറ്റിക്കായിട്ട് കൂടുകയും ചെയ്യും, ബോത്ത് സൈഡ്, ഫ്രണ്ടിലും ബാക്കിലും. ഇതിപ്പോൾ നമുക്ക് പാസഞ്ചർ എയർ ബാഗ് വേണമെങ്കിൽ ഇതിനകത്ത് ഓണാണ് കാണിക്കുന്നത്. അതുപോലെ ഇതിന് ഫുള്ള് എയർ ബാഗ് ഉണ്ട്. അതുപോലെ ഇവിടെ ലൈറ്റ്, അടിപൊളി ലൈറ്റാണ്. പിന്നെ ഇതിവിടെ ഈ ഒരു സ്പെഷ്യൽ സാധനം ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ SOS കൺട്രോളാണിത്. നമ്മൾക്കിത് ഇവിടെ കോൾ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടാറ്റര SOS കൺട്രോളിലേക്ക് കോൾ പോവും. അതായത് റോഡ് അസിസ്റ്റ്, ആക്സിഡൻറ്റ് അസിസ്റ്റ്, അതുപോലെ എല്ലാ സംഭവങ്ങൾക്കും അവരെ ഇതിലേക്ക് നമുക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ ഒരു ചുമ്മാ ഒരു പ്രസ് ചെയ്താൽ മതി. കാരണം ഇതിൽ ആളുടെ ഒരു ബിൽറ്റ് ഇൻ സിം ഉണ്ട്. ഇന്ത്യയിൽ എവിടെയാണെന്നുണ്ടെങ്കിലും അവർ അസിസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ വരുന്ന വഴിക്ക് ഞാൻ അറിയാണ്ട് ഇപ്പോൾ ആൾ ചോദിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് പോയി, കോൾ പോയിട്ട് ഞാനത് കട്ട് ചെയ്തിട്ടൊരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അവർ തിരിച്ച് വിളിച്ചിട്ട് എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ഇത്രയ്ക്കൊരു ആക്റ്റീവ് ആണല്ലോ ടാറ്റ എന്നുള്ളത്.
തിരിച്ച് വിളിച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ബൈ മിസ്റ്റേക്കാണ് ഒരു കൈ പ്രസ് ചെയ്ത് പോയിട്ട് ഇങ്ങനെ കോൾ പോയാണെന്ന് പറഞ്ഞു. ഓക്കെ, അതൊക്കെ വളരെ യൂസ്ഫുൾ തിങ്സാണ്. എന്തായാലും ഞാൻ വളരെയധികം ഹാപ്പിയാണ് ഇങ്ങനെ ഒരു ടാറ്റ പഞ്ച് ഇങ്ങനെ വണ്ടി ഇറക്കി ഇങ്ങനെ വണ്ടി ഉപയോഗിക്കാൻ പറ്റിയതിൽ വളരെയധികം ഹാപ്പിയാണ്.